ഇന്ന് നമ്മൾ നോക്കുന്ന കറണ്ട് അഫെയർ ടോപ്പിക് എന്ന് പറയുന്നത് കേന്ദ്ര ബഡ്ജറ്റ് 2025-26 കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് ആണ് നോക്കുന്നത്. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ 2025 ഫെബ്രുവരി 1 അവതരിപ്പിച്ചത്. ആരാണ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ. ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ. ഏറ്റവും അധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ. എത്ര തവണയാണ് അവതരിപ്പിച്ചത്? 8 തവണയാണ് അവതരിപ്പിച്ചത്. കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 1 മണിക്കൂർ 14 മിനിറ്റ്. ദൈർഘ്യം 1 മണിക്കൂർ 14 മിനിറ്റ് ആണ്. അതേപോലെ തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത ഭാരതമാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രമേയം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ ആണ്. അപ്പോൾ പ്രമേയം ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ, ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത ഭാരതം. പ്രാധാന്യം നൽകിയ ഗ്യാൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഗരീബ്, യുവ, എ എന്ന് വെച്ചാൽ അന്നദാത, എന്ന് വെച്ചാൽ നാരീശക്തിയാണ്. അപ്പം പ്രാധാന്യം നൽകുന്ന ഗ്യാൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ജി ഗരീബ്, യുവ, എ അന്നദാത, എൻ നാരീശക്തിയാണ്. വളർച്ചയുടെ എഞ്ചിൻ എന്ന് ബഡ്ജറ്റിൽ വിശേഷിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. MSME എന്ന് വെച്ചാൽ സൂക്ഷ്മ ചെറുകിട മീഡിയം വ്യവസായമാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 2025-26 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ 2025 ഫെബ്രുവരി 1 അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ. എത്രാമത്തെ ബഡ്ജറ്റ്? 8ാമത്തെ ബഡ്ജറ്റാണ്. ദൈർഘ്യം എന്ന് പറയുന്നത് 1 മണിക്കൂർ 14 മിനിറ്റ് ആണ്. ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത ഭാരതമാണ്. പ്രമേയം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ ആണ്. പ്രാധാന്യം നൽകിയ ഗ്യാൻ എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ജി എന്ന് വെച്ചാൽ ഗരീബ്, യുവ, എ അന്നദാത, എ നാരീശക്തി. വളർച്ചയുടെ എഞ്ചിൻ എന്ന് വിശേഷിപ്പിച്ചത് എന്തിനാണ്? കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. MSME എന്ന് വെച്ചാൽ സൂക്ഷ്മ ചെറുകിട മീഡിയം വ്യവസായം. വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണ്? കടം വാങ്ങലും മറ്റു ബാധ്യതകൾ. അതായത് വരുമാന മാർഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള വരുമാന മാർഗം എന്ന് വെച്ചാൽ കടം വാങ്ങലും മറ്റും ബാധ്യതകളുമാണ്. അതെന്ന് വെച്ചാൽ 24%. അപ്പോൾ കടം വാങ്ങലും മറ്റു ബാധ്യതകൾ 24%. വരുമാന നികുതി ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 22%. GST 18% നിന്ന് കിട്ടും. കോർപ്പറേഷൻ നികുതി 17%. നികുതി ഏതര വരുമാനങ്ങൾ 9%. യൂണിയൻ എക്സൈസ് തീരുവ 5%. അപ്പോൾ ഏറ്റവും കൂടിയ വരുമാന മാർഗമെന്ന് വെച്ചാൽ കടം വാങ്ങലും മറ്റു ബാധ്യതകളുമാണ് 24%. വരുമാന നികുതി എന്ന് പറയുന്നത് ഇൻകം ടാക്സ് 22%, GST 18%, കോർപ്പറേഷൻ നികുതി 17%, നികുതി ഏതര വരുമാനം എന്ന് വെച്ചാൽ 9%, യൂണിയൻ എക്സൈസ് തീരുവ 5%. അപ്പം കടം വാങ്ങലും മറ്റു ബാധ്യതകൾ എത്രയാണ്? 24%, വരുമാന നികുതി 22%, GST 18%, കോർപ്പറേഷൻ നികുതി 17%, നികുതി ഏതര വരുമാനം എന്ന് വെച്ചാൽ 9%, യൂണിയൻ എക്സൈസ് തീരുവ എന്ന് പറയുന്നത് 5%. അപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് 2025-26 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് 2025 ഫെബ്രുവരി 1 അവതരിപ്പിച്ച നിർമ്മല സീതാരാമൻ. 8ാമത്തെ ബഡ്ജറ്റ്. ദൈർഘ്യം 1 മണിക്കൂർ 14 മിനിറ്റ്. പിന്നെ അതേകൂട്ട് തന്നെ മധുബനി ചിത്രകല അതുകൊണ്ട്. ലക്ഷ്യം വികസിത ഭാരതമാണ്. പ്രമേയം എന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഫോർ ആൾ. പ്രാധാന്യം നൽകിയാൽ ഗ്യാൻ എന്തിനെ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ഗരീബ്, യുവ, അന്നദാത, നാരീശക്തിയും. വളർച്ചയുടെ എഞ്ചിൻ എന്ന് വിശേഷിപ്പിച്ചത് കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. വരുമാന മാർഗം കടം വാങ്ങലും മറ്റു ബാധ്യതകളുമാണ്. ഏറ്റവും കൂടുതൽ 24%, വരുമാന നികുതി 22%, GST 18%, കോർപ്പറേഷൻ നികുതി 17%, നികുതി ഏതര വരുമാനങ്ങൾ 9%, യൂണിയൻ എക്സൈസ് തീരുവ 5%. ചെലവുകളെന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ ചിലവെന്ന് വെച്ചാൽ സംസ്ഥാന നികുതി വിഹിതമാണ്. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമാണ് ചിലവിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് 22%. പലിശ അടവെന്ന് വെച്ചാൽ 20%. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് വെച്ചാൽ 16%. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം 22%, പലിശ അടവ് 20%, സെൻട്രൽ സെക്ടർ സ്കീം 16%.